എല്ലാവർക്കും ഹാപ്പി വിത്ത് സിനീസ് ലൈഫിലേക്ക് സ്വാഗതം. ഞാൻ വന്നിരിക്കുന്നത് കുറേ കസ്റ്റമേഴ്സിൻ്റെ ഒരു റിക്വസ്റ്റ് വാങ്ങിച്ചാണ്. കുറേ പേർക്ക് വിത്ത് ബഡ് വാങ്ങിക്കുന്ന വലിയ ആഗ്രഹമാണ്. പക്ഷേ മാസാവസാനം ഇയർ എൻഡിങ്, പിന്നെ ഇപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞു, പിന്നെ ജനുവരി വർക്കാണ്. അപ്പം പിന്നെ ജോലി ഒക്കെ ഇനി ശമ്പളം കിട്ടിയിട്ട് വേണം. അപ്പോൾ അതുകൊണ്ട് വിത്ത് ബഡ് 10 വാങ്ങിക്കുമ്പോൾ ഹ്യൂജ് എമൗണ്ട് അല്ലേ ചേച്ചി, അതുകൊണ്ട് ഒരു 5 പ്ലാന്റ്സ് കോംബോ വയ്ക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവരുദ്ദേശിച്ചാണ് ഈ ഒരു കോംബോ ഓഫർ. ഈ കോംബോ നല്ല 5 പ്ലാന്റ്സിന് വരുന്നത് 950 പ്ലസ് സീസ് എക്സ്ട്രാ 5 പ്ലാന്റ്സ് കോംബോ വിത്ത് ബഡ്. അതുമേ നിങ്ങൾക്ക് ഇപ്പോൾ ഈ 5 പ്ലാന്റ്സ് നിങ്ങൾക്ക് തരുന്ന സൈസുകൾ ഇനി സെപ്പറേറ്റ് കാണിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് സെപ്പറേറ്റ് കാണിക്കാൻ പറ്റത്തില്ല ആ പ്ലാനിൻ്റെ. പക്ഷേ ഏകദേശം നിങ്ങൾക്ക് ആ സൈസുകൾ കാണിച്ചു തരും. പിന്നെ ഇതൊക്കെയാണ് സൈസ് വരുന്നത്. അപ്പോൾ ചിലർ പറയും ഇല പഴുത്തിട്ടിരിക്കണേലോ. പിന്നെ 65 രൂപയുടെ പ്ലാൻസ് ഇപ്പോഴും അവൈലബിൾ ആണ്. 10 പ്ലാൻസ് കോംബോ 60 റുപ്പീസിൻ്റെ. ഇതൊക്കെയാണ് പ്ലാന്റ് സൈസ് വരുന്നത് 5 പ്ലാൻസിൻ്റെ കേട്ടോ കോംബോ. പിന്നെ അതുപോലെ തന്നെ 10 പ്ലാൻസ് വിത്ത് ബഡിൻ്റെ ആ കോംബോ ഓഫർ ഉണ്ടായിരിക്കും. അത് ജനുവരി ലാസ്റ്റ് വരെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ CS കസ്റ്റമർ കോൺടാക്ട് ചെയ്യുക. പിന്നെ ചിലവർക്കാണെങ്കിൽ ഒരു ഇതുണ്ട്, അതായത് വെറുതെ കമൻ്റ് ഇട്ട് നമ്മളെ എനിക്ക് പേടിയൊന്നുമില്ല. കാരണം ഞാൻ തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല എന്ന് പറഞ്ഞ പോലെ എൻ്റെ അവസ്ഥ മനസ്സിലായി. അതുകൊണ്ട് എന്തിട്ടാലും ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ നീതി ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്ന ദൈവമുണ്ട്. പിന്നെ എനിക്ക് സിസ്റ്റർ നഴ്സറിയാണ്, അവൾ എന്നെ ഇതൊരിക്കലും പറ്റിച്ചിട്ടില്ല, മനസ്സിലായോ? അതുകൊണ്ട് എനിക്കറിയാം ജെന്യൂനായിട്ടുള്ള ആളുടെ മാത്രം ഞാൻ ഒരിക്കലും അല്ലാണ്ട് കളതരം ചെയ്യത്തില്ല, മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇതൊക്കെയാണ് സൈസുകൾ വരുന്നത്. കണ്ട ചെറിയ ബഡ്ഡകളായിരിക്കും. പിന്നെ 65 രൂപയുടെ പ്ലാന്റിൽ ചിലത് മിനിയേച്ചർ ടൈപ്പ് ഉണ്ട്. അപ്പോൾ ചിലർ പറയും ഇത് ചെറിയ പ്ലാന്റ് ആണല്ലോ ചേച്ചിന്ന് ചോദിക്കുന്നുണ്ട്. അതായത് ചില ടൈപ്പ് മിനിയേച്ചർ കോമ്പാക്റ്റ് വാറ്റീസൊക്കെയാണ് മിക്സർ വരുന്നത്. അതിന് ചെറിയ പ്ലാന്റിലാണ്ട് ഇപ്പോൾ ഞാൻ വലിയ പ്ലാന്റ് തരാൻ പറ്റുമോ? മനസ്സിലായി. അതായത് മിനിയേച്ചർ വാറ്റി എന്ന് പറഞ്ഞാൽ മിനിയേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ഹൈറ്റ് വയ്ക്കത്തില്ല, അങ്ങനത്തെ ഉണ്ട്, മനസ്സിലായോ? അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് 5 പ്ലാന്റ്സ് കോംബോയാണ് കൊടുക്കുക. ഇത് 950 പ്ലസ് സീസ് എക്സ്ട്രാ. ഓക്കെ, ഇത് എന്താ പറയുക ജനുവരി ലാസ്റ്റ് വരെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ കാശാത്തവർക്കൊക്കെ ന്യൂ ഇയർക്ക് ആഘോഷിച്ചിട്ടും ഭയങ്കര ടൈറ്റല്ലേ, അപ്പോൾ ഒക്കെ വാങ്ങിക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾ എന്തിനു വിത്ത് പോട്ട് വാങ്ങിക്കുന്നത്? ഈ വിത്ത് പോട്ട് കൊണ്ട് നിങ്ങൾക്ക് ഒരു ഉപകാരമില്ല. പിന്നെ നിങ്ങൾ വലിയൊരു നഴ്സറി ആയിട്ട് നിങ്ങൾ യൂഷ്വലി അടിച്ചിട്ട് ഗ്രീനെറ്റൊക്കെ അടിച്ചിട്ട് ഫാനൊക്കെ ഇട്ടിട്ട് നോക്കണ ഒരാളാണെങ്കിൽ ഈ ഇതുകൊണ്ട് ഇതിരിക്കും. ഇതിപ്പോൾ നഴ്സറിയിൽ അങ്ങനെ ഇരിക്കുന്നത്, നഴ്സറി ഇരിക്കും, അങ്ങനെ നഴ്സറിയിൽ അങ്ങനെയാണ് എനിക്ക് അറിയുന്നത്. പക്ഷെ നമ്മൾ വാങ്ങിക്കുമ്പോൾ വിത്ത് പോട്ടിട്ടാണ് പറയുന്നത്. വിത്ത് പോട്ട് നിങ്ങൾ വെറുതെ വാങ്ങിക്കണ്ട, ഇരിക്കത്തില്ല. അങ്ങനെ ഒരു 5 ദിവസം മാക്സിമം ഇരിക്കും. 10 ദിവസം അത് കഴിഞ്ഞാൽ നമ്മൾ മാറ്റി നടണം. അവിടെ ഈ പോട്ടെന്ന് പറഞ്ഞാൽ ഹോളിലത്തെ പോട്ടാണ്. പിന്നെ ഞാൻ ഇനി വിത്തൗട്ട് പോട്ടാണ് കൊടുക്കുന്നുള്ളൂ. പിന്നെ കുറേ പേര് ചോദിക്കുന്നതാണ്, ചേച്ചി ഇതിൽ ഇലയില്ലല്ലോ, ഇല പഴുത്ത് പോയില്ലോ, സ്റ്റിക്ക് വടി മാത്രമുള്ളല്ലോ എന്ന്. ഞാൻ പറയും അതാണ് നല്ല പ്ലാന്റ് എനിക്ക് പറയാൻ പറ്റും. കാരണം ഓർക്കിഡിനെ കുറിച്ച് അറിയാത്തവർക്ക് പറയാൻ ഞാൻ പറയുന്നത് വെച്ചാൽ ഓർക്കിഡ് എന്ന് പറഞ്ഞാൽ പൊന്നാണ് മക്കളെ, പൊന്നാണ്. ഓർക്കിഡ് നിങ്ങൾ ലൈവായിട്ട് ഒരു നഴ്സറി പോയിട്ട് നിങ്ങൾ വാങ്ങിച്ചു വെച്ചോ. ആ പ്ലാന്റ് നിങ്ങൾ വീട്ടിൽ വന്ന് റിപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ചോദിക്കും വെളുത്ത് റൂട്ടൊക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ചെയ്യും. പക്ഷേ ആ വെളുത്ത് റൂട്ടൊക്കെ ഉണങ്ങിപ്പോയിട്ട് മക്കളെ 1, 1.5, 2 മാസം പിടിക്കും ചില വെറൈറ്റീസ് നല്ല വെളുത്ത് റൂട്ട് വേറെ വരാനായിട്ട്. അതിന് ശേഷം മാത്രം വളം കൊടുക്കുക. അതിനും പിന്നെ എനിക്ക് എൻ്റെ കസ്റ്റമേഴ്സ് കുറേ പേര് പറഞ്ഞു അലോവേരയുടെ വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒഴിച്ച് കൊടുത്തത് നല്ലതാണ്. ഒരിക്കലും രാസവളം ഒഴിച്ച് കൊടുക്കരുത്. റൂട്ട് ഹെൽത്തി ആവാണ്ട് നിങ്ങളിപ്പോൾ ഈ വിത്ത് ബഡിന് നിങ്ങൾ ഒന്നും കൊടുക്കണ്ട, നിങ്ങൾ വെറുതെ വെള്ളം 2 നേരം കൊടുത്താൽ മതി, അത് ബഡ് വിരിഞ്ഞ് കിട്ടും, മനസ്സിലായോ? ഞാൻ പറഞ്ഞത് 65 രൂപയും പിന്നെ എൻ്റെ മുമ്പത്തെ കോംബോ ഓഫറിൽ പ്ലാന്റ് വാങ്ങിച്ചില്ല 40 ഒക്കെ കുറേ പേര്. പിന്നെ ജോലി പറഞ്ഞാണ് ചേച്ചി, പിന്നെ വെറുതെ ഒരു കമൻറ്റ് ഇട്ട് കളിക്കുകയാണ് ഒരു പെണ്ണ്, ഒരു ലേഡി. അതായത് എനിക്കത് പറയാനുള്ളത് 15 പ്ലാൻ ഞാൻ കൊടുത്തിട്ടില്ല. 25 രൂപയുടെ കസ്റ്റമേഴ്സ് ഇപ്പോഴും വരുന്നുണ്ട്. എനിക്ക് പ്ലാന്റ് കഴിഞ്ഞു. ഇനി എൻ്റെ അവൈലബിൾ ഉള്ള എന്ന് പറഞ്ഞാൽ 65 രൂപയുടെയും പിന്നെ 150 രൂപയുടെ 10 പ്ലാന്റ് കോംബോ ഉണ്ട്. പിന്നെ ഈ പറയുന്ന 950 രൂപയുടെ 5 പ്ലാന്റ് കോംബോ ഓഫർ. ഇത് അൺലിമിറ്റഡ് ആണ്, ഉണ്ട്. അതായത് ജനുവരി ലാസ്റ്റ് വരെ ഉണ്ടാക്കി ഓഫർ. ന്യൂ ഇയർ പ്രമാണിച്ചാണ് ഞാനിങ്ങനെ ഒരു ഓഫർ. കുറേ പേർക്ക് ആഗ്രഹമുണ്ട്, പൈസ ഇല്ല ചേച്ചി എനിക്ക് അന്ന് വിത്ത് ബഡ് വാങ്ങിക്കുന്ന ആഗ്രഹമുള്ള അങ്ങനെ വേണ്ടി മാത്രമാണ് ഇപ്പോൾ 5 പ്ലാന്റ്സ് വന്നിരിക്കുന്നത്. ഈ 5 പ്ലാന്റ്സും ഡിഫറെൻ്റ് ആയിരിക്കും. അതിൻ്റെ പേര് നിങ്ങളുടെ അതിൻ്റെ ഇതോടുകൂടി ഒന്ന് കളാസ് എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ ലീഫുമ്മ എഴുതിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, നിങ്ങളുടെ സൈസുകൾ വരുന്നത് ഇല പഴുത്ത് പോയാലും റൂട്ട് ഇതായാലും ഒന്നും കുഴപ്പം വരത്തില്ല. എൻ്റെ പ്ലാന്റുകൾ നല്ല ഹെൽത്തി. എൻ്റെ പ്ലാന്റുകൾ മറ്റുള്ള പ്ലാന്റുകളെ അപേക്ഷിച്ച് വ്യത്യാസമാണ്, മനസ്സിലായോ? നിങ്ങൾ വിചാരിക്കും അയ്യോ തണ്ട് മാത്രമുള്ളല്ലോ, ഈ തണ്ടിയിൽ നിന്ന് വരും സ്പൈക്ക്. കണ്ടില്ലേ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ തണ്ടിയിൽ നിന്ന് വന്നേക്കണേ, അത് കണ്ട തണ്ടിയിൽ നിന്നാണ് സ്പൈക്ക് വന്നേക്കണേ. ബഡ് വേണ്ട ചില പ്ലാന്റുകൾക്ക് വന്നേണ്ട നിങ്ങൾ. അങ്ങനെയാണ് എൻ്റെ പ്ലാന്റുകളുടെ അവസ്ഥ.
മനസ്സിലായോ? അത് നല്ല ബ്രാൻഡ്സാണെന്ന് ഞാൻ പറയും. പിന്നെ നിങ്ങളുടെ ഇഷ്ടം വാങ്ങിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പിന്നെ പറയും, ചേച്ചി എന്തിനാ ഫോൺ വിളിക്കാൻ, നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ ശബ്ദമില്ലെങ്കിൽ നിങ്ങൾ എന്തിനാ ഫോൺ വിളിക്കണ്ടെന്ന് പറയണേ, നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ഓരോരുത്തർ. ഞാനിപ്പോൾ പോകുന്നത് ഇപ്പോൾ ജസ്റ്റ് ഇതേപ്പോൾ ഒരു ഫോൺ കോൾ അറ്റൻഡ് നിൽക്കുന്നത്, ഞാൻ എടുക്കാറുണ്ട് ഫോൺ. പിന്നെ സൗണ്ട് പോകുന്നത് ശരിയാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എന്നെ ഫോൺ വിളിച്ചിട്ട് എന്ത് ഉപകാരമുണ്ട് നിങ്ങൾക്ക്? നമുക്കൊരു കടയിൽ പോയിട്ട് സാധനം വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾ വെറുതെ ചെന്ന് അവർ നിങ്ങൾക്ക് സാധനം തരുമോ? അതിൻ്റെ ബില്ലുമായിട്ട് നിങ്ങൾക്ക് പൈസ നിങ്ങൾ കൊടുക്കണം ആ സാധനം കിട്ടണമെങ്കിൽ. അതുപോലെ തന്നെയാണ് എൻ്റെ കാര്യം. എൻ്റെ വാട്സപ്പ് നമ്പർ ഈ വാട്സപ്പ് നമ്പറുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫുൾ അഡ്രസ്സ്, ഇപ്പം ഞാൻ കാര്യങ്ങൾ സംസാരിച്ചിട്ട് ഡീൽ ചെയ്തിട്ട് ഗൂഗിൾ പേ ആണ് പൈസ, അങ്ങനെ നിങ്ങൾ അയച്ച് സ്ക്രീൻഷോട്ട് ഇടണം. അപ്പോഴാണ് നമ്മൾ ആ ഒരാളുടെ പേയ്മെൻറ്റ് ആ ഒരാൾക്ക് ക്ലിയർ ആക്കിയിട്ട് വരാൻ പറ്റുക. മനസ്സിലായ? അല്ലാണ്ട് വെറുതെ ഫോം വിളിച്ചിട്ട് എന്ത് കാര്യം? അതുകൊണ്ടാണ് ഞാൻ ഫോം വിളിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും രണ്ടുപേരും ഞാനും നിങ്ങളും തമ്മിലുള്ള റിലേഷൻ നടക്കത്തില്ല. പിന്നെ നടക്കും. നമ്മൾ വീട്ടിൽ വന്ന് പഠിക്കണേ അങ്ങനെ പഠിക്കും. ഇത് എൻ്റെ വീട്ടിലില്ല, സിസ്റ്ററുടെ പ്ലാന്റാണ് ഈ പ്ലാന്റ്, നഴ്സറിയാണ്. ഇത് തന്നെയാണ് ഒരു 1.25 വർഷമായി തുടങ്ങിയിട്ട് ഈ വിത്ത് ബഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴാണ് സീഡ്ലിങ് ഞാൻ ചെയ്തുകൊണ്ട് തുടങ്ങിയത്. മനസ്സിലായ? കുറേ കസ്റ്റമേഴ്സ് പറഞ്ഞിട്ട്. അപ്പോൾ ഇഷ്ടമുള്ള താല്പര്യമുള്ള CS കസ്റ്റമേഴ്സ് മാത്രം എൻ്റെ വാട്സപ്പ് നമ്പർ ഈയണമായിട്ട് എന്നെ ആരും വിളിക്കേണ്ടതില്ല. എന്നാലും വിളിച്ചപ്പോൾ ഞാൻ എടുക്കുന്നത്, കാരണം എന്നെ വിളിക്കുന്നവർ കുറേ പേര് പാവങ്ങൾ, ഈ 25 പ്ലാന്റിൻ്റെ കണ്ടവരുണ്ട്, എന്നെ കണ്ടിട്ട് ഇപ്പോഴും വിളിക്കുന്നുണ്ട്. അതുപോലെ 35 കണ്ടവർ ഇപ്പോൾ വിളിക്കുന്നുണ്ട്, 40 കണ്ടവരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഞാൻ ഫോൺ എടുക്കാറുണ്ട് മാക്സിമം. കാര്യം അവർക്ക് അറിയില്ലല്ലോ, അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കും. അല്ലെങ്കിൽ വാട്സപ്പിൽ വരുമ്പോൾ ഞാൻ അവർക്ക് പറയുന്നത് കഴിഞ്ഞു വിട്ടാ, ഞാൻ അടുത്ത കോംബോ എഴുതാൻ, നിങ്ങൾ ജസ്റ്റ് വീഡിയോ കാണൂ, അടുത്തുള്ളത് ഈ കോംബോയാണ് ഒക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. എൻ്റെ എല്ലാ കസ്റ്റമേഴ്സിനും അറിയാം. ഞാൻ വെറുതെ ഇത് വാങ്ങിച്ചോട്ടാന്ന് പറഞ്ഞ വ്യക്തിയല്ല ഈ സിനി പ്രവീൺസ് എന്ന് പറഞ്ഞ ആൾ. മനസ്സിലായ? ഞാനത് നിങ്ങൾ വെറുതെ വാങ്ങിച്ചോത് കൊണ്ട് ഞാൻ കുറേ പ്ലാന്റ് ഞാൻ ഓൺലൈനിൽ വാങ്ങിക്കുന്നതാണ്. ഓർക്കിട്ടില്ല, അവരൊന്നും പ്ലാന്റ് അയച്ചു കഴിഞ്ഞാൽ ഒന്നും മിണ്ടത്തില്ല. പിന്നെ എന്താ പറയുക, എനിക്ക് പിന്നെ കുറച്ച് സമയത്ത് കഴിഞ്ഞ ആഴ്ചയിൽ എനിക്കിങ്ങനെ കുറച്ച് പ്രശ്നം വന്നത്. ഇത് വേറൊന്നുമല്ല, എൻ്റെ അമ്മേരെ ബർത്ത്ഡേ സമയത്ത് വന്ന കുറേ പേർക്ക് എനിക്ക് സ്ലിപ്പ് അയക്കാൻ പറ്റിയിട്ട് കുറച്ച് പേർക്ക് പറ്റിയിട്ടില്ല. ഒക്കെ സഹജർക്ക് പ്ലാൻ കിട്ടിയെന്ന് എനിക്ക് അവരെന്നെ അറിയിച്ചു. അതങ്ങനെ നമുക്ക് ചില ബൾക്ക് വരുമ്പോൾ പിന്നെ കുറേ നമ്പർ കയറി വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? എനിക്ക് തന്നെ കൺഫ്യൂഷൻ വരികയാണ്. മനസ്സിലായ? അതുകൊണ്ടാണ് നിങ്ങൾ ഫോൺ എടുക്കാത്തതൊക്കെ. പിന്നെ ചേച്ചി ഇപ്പോഴും നോക്കുന്നില്ല, അത് കുറേ നമ്പർ ഞാൻ പിന്നെ ഒരാളെ ഡീലിങ്സ് കഴിഞ്ഞാൽ ഞാൻ നമ്പർ കളയും, രണ്ടാമത് നിങ്ങൾക്ക് കയറി വരാം. അങ്ങനെ ഞാൻ ചെയ്യുന്നുണ്ട്. എൻ്റെ ഫോണിൽ പറ്റുമോ? CS കസ്റ്റമേഴ്സ് മാത്രം കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.